നിങ്ങൾ ആഗ്രഹിക്കും പോലെ ഡോക്ടറോ എഞ്ചിനീയറോ ആവാൻ മക്കളെ ഓക്സ്ഫോർഡിലേക്ക് പറഞ്ഞയച്ചോളി. കുട്ടികളുടെ വിജയത്തിൽ രക്ഷിതാക്കളുടെ ഒരേയൊരു വിശ്വാസം ഓക്സ്ഫോർഡ്. ഇനി ട്യൂഷൻ സെന്ററുകൾ തേടിയുള്ള അലച്ചിൽ നിർത്താം. ബുക്ക് യുവർ സീറ്റ്സ്. ഓക്സ്ഫോർഡ് ഈറ്റ്സ് യുവേഴ്സ്. ഓക്സ്ഫോർഡ് അക്കാഡമി, മണ്ണൂർ വളവ്. ഹലോ മക്കളെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാനുഫ്. എടാ മക്കളെ, നമ്മൾ ഇന്ന് എടുക്കാൻ പോണത് 10ാം ക്ലാസ് ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ് എന്ന് പറഞ്ഞുള്ള ചാപ്റ്ററിലെ ചില പ്രധാനപ്പെട്ട എക്സാം ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. സംഭവം വേറെ ഒന്നല്ല, കുറച്ച് ക്യാരക്ടർ സ്കെച്ചുകളാണ്. നമുക്ക് ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമായിരുന്നു പെലായോ. ആ പെലായുടെ ക്യാരക്ടർ സ്കെച്ച് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിന്റെ പ്ലേലിസ്റ്റിൽ. SSLC ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡർ നോക്കി കഴിഞ്ഞാൽ മക്കൾക്ക് ആ വീഡിയോ കിട്ടും. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോണത് അതിലെ മറ്റ് 2 പ്രധാന കഥാപാത്രങ്ങളാണ്. ഒന്ന് പെലായോന്റെ കൊണ്ടാട്ടിയായിട്ടുള്ള, അതായത് ഭാര്യയായിട്ടുള്ള എലിസെന്റ. മറ്റൊന്ന് നമ്മുടെ ചിറകുകളുള്ള ഓൾഡ് തന്ത അല്ലെ, എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ് അല്ലെ. അപ്പൊ മച്ചാന്റെ ക്യാരക്ടർ സ്കെച്ചാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോണത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എലിസെന്റെ ക്യാരക്ടർ സ്കെച്ചും ചെയ്യാട്ടോ, എലിസെന്റയുടെ ക്യാരക്ടർ സ്കെച്ച്. ഓക്കെ, അപ്പൊ മക്കളെ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് നമ്മുടെ ഓൾഡ് മാന്റെ ക്യാരക്ടർ ഫീച്ചേഴ്സ്. അപ്പൊ നമുക്കൊന്ന് പെട്ടെന്ന് പഠിക്കാം. മക്കളെ, നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ക്യാരക്ടർ സ്കെച്ച് എഴുതുന്ന സമയത്ത് മക്കൾ ആദ്യം തന്നെ ഒരു ഹെഡിങ് കൊടുക്കണം. ഹെഡിങ്ങിന് ആരെ മാർക്കുണ്ട്, മറക്കരുത് കേട്ടോ. സോ ഇവിടെ ക്യാരക്ടർ സ്കെച്ച് ദ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്, ചിറകുള്ള മനുഷ്യൻ അല്ലെ. നോക്കണം, നമ്മൾ ആദ്യത്തെ സെന്റൻസ് ആയിട്ട് നമ്മുടെ എഴുത്തുകാരനെയും അതേപോലെ തന്നെ കഥയെ ഒന്ന് പരിചയപ്പെടുത്തണം. അതാണ് ഇവിടെ ചെയ്യുന്നത്. ദ ഓൾഡ് മാൻ ഈസ് ദ സെൻട്രൽ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ് ബൈ ഗബ്രിയൽ ഗാർഷ്യ മാർക്കസ്. അതായത് ഗബ്രിയൽ ഗാർഷ്യ മാർക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ എഴുതിയിട്ടുള്ള എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ് എന്ന കഥയിലെ ഒരു പ്രധാന കഥാപാത്രം, സെൻട്രൽ ക്യാരക്ടറാണ് നമ്മുടെ ആ ഓൾഡ് മാൻ, അതായത് ചിറകുള്ള മനുഷ്യൻ. Then he is a mysterious figure who changes Pelayo's family's life. അല്ലെ, ഫാമിലി ലൈഫ്, പെലായോയുടെ കുടുംബജീവിതത്തെ മൊത്തം മാറ്റിമറിച്ച ഒരു മിസ്റ്ററി ഫിഗർ അല്ലെ. അതായത് ഒരു ദുരൂഹമായിട്ടുള്ള ഒരു രൂപമാണ് ആര്, നമ്മുടെ ഈ ഒരു ഓൾഡ് മാൻ അല്ലെ. ഇപ്പൊ നമ്മളൊക്കെ സാധാരണ കാണുന്ന പോലെയുള്ള ഒരു വയസ്സനല്ല. ആ വയസ്സിന് എന്തുണ്ട്, 2 ചിറകുകളൊക്കെ ഉണ്ട്. അപ്പൊ പലപ്പോഴും അദ്ദേഹം ഒരു ഏഞ്ചൽ ആണോ എന്ന് വരെ ഈ കഥയിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് അല്ലെ. അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. Then at first he looks weak, dirty and unusual with his large wings. അപ്പൊ ഇദ്ദേഹത്തെ നമ്മൾ ഈ കഥയിൽ കാണുന്ന സമയത്ത് വളരെ വീക്കായിട്ട്, ഓൾഡ് ആണ്, വളരെ വീക്കാണ്. അതുകൊണ്ടാണ് പറക്കാൻ കഴിയാതെ കുപ്പും കൊത്തിയിട്ട് താഴേക്ക് വീണതൊക്കെ അല്ലെ. അപ്പൊ അങ്ങനെ ഒരു വീക്ക് ആയിട്ടുള്ള മനുഷ്യനാണ്. അതുപോലെ തന്നെ അൺയൂഷ്വൽ വിത്ത് ഹിസ് വിങ്സ് എന്ന് പറയുന്നുണ്ട്. വലിയ ചിറകുകളുള്ള ഒരു അസാധാരണ രൂപത്തിലായിരുന്നു അദ്ദേഹത്തെ കാണപ്പെട്ടത്. ദെൻ ഡേട്ടി ആയിരുന്നു അല്ലെ. ഡേട്ടി എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട കോലത്തിലായിരുന്നു അല്ലെ. അത്ര കാണാനൊന്നും സുന്ദരനൊന്നല്ലായിരുന്നു. ദെൻ ഹി ലുക്സ് ലൈക്ക് എ റാക്ക് പിക്കർ. ആള് കാഴ്ചയിൽ തന്നെ റാക്ക് പിക്കർ പോലെ. റാക്ക് പിക്കർ എന്ന് പറഞ്ഞാൽ ഈ പഴയ സാധനങ്ങളൊക്കെ പെറുക്കി വിൽക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ഒരു ആക്രി കച്ചവടക്കാരനൊക്കെ പോലെ. ആക്രി കച്ചവടക്കാരനല്ല, ആക്രി വിറ്റ് നടക്കുന്ന ഒരാളെ പോലെയൊക്കെയാണ് ഇയാൾ തോന്നിയത്. കാരണം ഒരു കീറത്തുണിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. Then Pelayo and his wife Elisenda are confused and afraid of his appearance. അപ്പൊ ഈ മനുഷ്യന്റെ ഈ ചിറകും ഈ കോലൊക്കെ കൂടി കണ്ടിട്ട് ആദ്യം തന്നെ നമ്മുടെ പെലായയും അതേപോലെ എലിസന്റെയും ഇദ്ദേഹത്തെ കണ്ടിട്ട് പേടിക്കുന്നുണ്ട് അല്ലെ. Then but when people believe he is an angel, പക്ഷെ അവിടെയുള്ള ആളുകളൊക്കെ ഇദ്ദേഹം ഒരു ഏഞ്ചൽ ആണെന്ന് വിശ്വസിക്കുന്ന സമയത്ത്, തെറ്റിദ്ധരിക്കുന്ന സമയത്ത് they start charging visitors to see him. അപ്പൊ നമ്മുടെ പെലായും അതേപോലെ തന്നെ എലിസന്റെയും കൂടി എന്ത് ചെയ്യാണ്, ഇദ്ദേഹത്തെ കാണാൻ വരുന്ന ആളുകളിൽ നിന്ന് പൈസയൊക്കെ ചാർജ് ചെയ്യാൻ തുടങ്ങുകയാണ്. ദിസ് ബ്രിങ്സ് ദം എ ലോട്ട് ഓഫ് മണി. അങ്ങനെ അയാളെ വിറ്റിട്ട്, ഈ ഏഞ്ചലിനെ വിറ്റ് കാശാക്കിയിട്ട് ഇവർ കുറെ പണമൊക്കെ സമ്പാദിക്കുന്നുണ്ട്. അതാണ് പറയുന്നത് പെലായോയുടെ ജീവിതം തന്നെ, ഫാമിലി ലൈഫിനെ മാറ്റിമറിച്ച ഒരാളാണ് ഇയാളെന്ന് പറയുന്നത്. Then however they never treat the old man very well. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവർ ഈ മനുഷ്യനെ നല്ലപോലെ ഒരിക്കലും ട്രീറ്റ് ചെയ്തിരുന്നില്ല. വളരെ മോശം ഫുഡായിരുന്നു കൊടുത്തിരുന്നത്. കോഴിക്കൂട്ടിലായിരുന്നു ഈ മനുഷ്യനെ അടച്ചിരുന്നത്. ഇതൊക്കെ നമ്മൾ ആ ചാപ്റ്ററിൽ മനസ്സിലാക്കിയതാണ് അല്ലെ. Then he stays in a dirty chicken coop. വളരെ വൃത്തികെട്ട ഒരു ചിക്കൻ കൂപ്പിലായിരുന്നു അയാൾ ഇരുന്നിരുന്നത്. പക്ഷെ അയാൾ അവിടെയാണ് താമസിച്ചെന്ന് വിചാരിച്ചിട്ട് അയാൾക്ക് ഒരു പരാതി ഇല്ലായിരുന്നു കേട്ടോ. അയാൾ അവിടെ സഹിച്ച്. അപ്പൊ ഭയങ്കര പേഷ്യന്റ് ആയിരുന്നു ആ മനുഷ്യൻ അല്ലെ. Then and they ignore his sufferings. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിന്റെ ആ ഒരു വേവലാതികളൊക്കെ അദ്ദേഹം ഇഗ്നോർ ചെയ്ത്, അവഗണിച്ച് അവിടെ സഹിച്ചവിടെ ഇരുന്നു. Then when he finally flies away, Elisenda feels relief, not sadness അല്ലേ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കൂടെ ഒരുപാട് കാലം ഉണ്ടായിരുന്ന, നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തരുന്ന ഒരാൾ പിരിഞ്ഞു പോകുമ്പോൾ നമുക്ക് ഹാപ്പിനെസ്സാണ് വരേണ്ടത്. പക്ഷെ ഈ ഓൾഡ് മാൻ പോയ സമയത്ത് എലിസന്റക്ക് സന്തോഷമാണ് വരുന്നത്. അപ്പം വലിയ സ്നേഹമൊന്നും ആ മനുഷ്യനോട് ഉണ്ടായിരുന്നില്ല. അയാൾ കൊണ്ടുവരുന്ന പണത്തോടായിരുന്നു സ്നേഹം അല്ലെ. Then one impressive trait of the old man is his great patience. ഈ ഒരു വൃദ്ധന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അയാളുടെ അങ്ങേയറ്റത്തെ പേഷ്യൻസ്, ആ ക്ഷമ തന്നെയായിരുന്നു. He never fights back when people treat him badly.
അദ്ദേഹത്തെ കാണാൻ വരുന്ന ആളുകളൊക്കെ അദ്ദേഹത്തോട് മോശമായിട്ടാണ് പെരുമാറുന്നത്. ചിലർ കല്ലെടുത്തെറിയും, ചിലർ അദ്ദേഹത്തിന്റെ ചിറകുകൾ പറിച്ചെടുക്കാൻ നോക്കും. അതേപോലെ തന്നെ അവിടെയുള്ള കോഴികൾ വരെ അദ്ദേഹത്തിന്റെ ചിറകുകളിലുള്ള ചെല്ലുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ കുത്തി വലിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം വളരെ ക്ഷമയോടെ ഒന്നിനെ ഉപദ്രവിക്കാതെ ആരോടും ഒന്നും പ്രതികരിക്കാതെ നിൽക്കുകയാണ്. അപ്പൊ ആ ക്ഷമയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. അവര് അവന്റെ എന്ത് ചെയ്യുന്നു, ഫെദേഴ്സ് തൂവലുകൾ പറിച്ചെടുക്കുന്നു. ത്രോ ഫുഡ് അറ്റ് ഹിം, അദ്ദേഹത്തിന് ഏതാ ഭക്ഷണങ്ങൾ എറിയുന്നു. ഒരു കോമാളിയെ കാണുന്ന പോലെ അല്ലെങ്കിൽ സർക്കസ് ആനിമലിനെ കാണുന്ന പോലെയൊക്കെ ആയിരുന്നു പലരും പെരുമാറിയിരുന്നത്. ആൻഡ് കീപ് ഹിം ലോക്ക്ഡ് അപ്പ്, അതേപോലെ തന്നെ അവർ അദ്ദേഹത്തെ അടച്ചിടുന്നു. ബട്ട് ഹി റിമെയിൻസ് കാം, ആ സമയത്തൊക്കെ അദ്ദേഹം വളരെ കാം ആയിട്ട് വളരെ ക്ഷമയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. He doesn't act important or powerful even though he was wings and might be an angel. അയാൾ ഒരു പക്ഷെ ഒരു ഏഞ്ചൽ തന്നെ ആയിരിക്കാം, ആണെന്നോ അല്ലാന്നോ ഇതിൽ നമുക്ക് ഉറപ്പിക്കാനൊന്നും പറ്റുന്നില്ല. അതേപോലെ തന്നെ അദ്ദേഹത്തിന് ചിറകുണ്ട്, നമ്മളെക്കാൾ പ്രത്യേകതയായിട്ട് ചിറകുണ്ട്. എന്നിട്ട് പോലും വലിയ പവർഫുൾ ആണെന്നോ അതല്ലെങ്കിൽ വലിയ എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകത ഉണ്ടെന്നോ ഒന്നും അയാൾ ആക്ട് ചെയ്യുന്നില്ല. അങ്ങനെയൊന്നും അയാൾ കാണിക്കുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ട് ഒരു സാധാരണ മനുഷ്യനെ പോലെയാണ് അയാൾ ബിഹേവ് ചെയ്യുന്നത്. Then he accept his situation quietly. അദ്ദേഹത്തിന്റെ അവസ്ഥ ദയനീയമായ അവസ്ഥയാണ്. അത് അദ്ദേഹം വളരെ സമാധാനത്തോട് കൂടിയിട്ട് അദ്ദേഹം അത് ആക്സെപ്റ്റ് ചെയ്യുന്നു. ഷോയിങ് എ പീസ്ഫുൾ നേച്ചർ ഇൻസ്റ്റെഡ് ഓഫ് ഏങ്കർ ഓർ പ്രൈഡ്. അഭിമാനിക്കുകയോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഏങ്കർ ദേഷ്യം കാണിക്കുകയൊന്നും ചെയ്യാതെ വളരെ ലൈറ്റ് ആയിട്ട് അദ്ദേഹം എന്ത് ചെയ്യണം, എല്ലാ സിറ്റുവേഷൻസിനെയും അദ്ദേഹം ഹാൻഡിൽ ചെയ്യുകയും അതിനൊക്കെ അദ്ദേഹം അഡാപ്റ്റ് ചെയ്യുകയും ചെയ്യാണ്. നേരെ മറിച്ച് അത് നമ്മളെപ്പോലത്തെ ഏതെങ്കിലും സാധാരണക്കാർക്കാണ് ഇത്തരത്തിൽ എന്തെങ്കിലും പ്രത്യേകമായ കഴിവോ സിദ്ധിയൊക്കെ വരുന്നെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ അഭിമാനിക്കും, അഹങ്കരിക്കും, നമ്മൾ അത് മുതലെടുക്കാനൊക്കെ നോക്കും. പക്ഷേ ഈ മനുഷ്യൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അപ്പൊ ശരിക്കും പറഞ്ഞ ഒരു ഓർഡിനറി മാൻ ആയിട്ടാണ് ഇവിടെ ആ ഓൾഡ് മാനെ കാണിക്കുന്നത്. അപ്പൊ ഇത്ര എഴുതിയാൽ തന്നെ നമുക്ക് അയാളുടെ ക്യാരക്ടറിന്റെ ആ മാർക്ക് മൊത്തമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ മക്കളെ ഇതിരുന്ന് പഠിച്ചോളൂ കേട്ടോ. ഇനി നമുക്ക് എലിസെന്റയുടെ ക്യാരക്ടർ സ്കെച്ച് ഒന്ന് നോക്കാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാരക്ടർ സ്കെച്ച് ഓഫ് എലിസെന്റ്, നമ്മൾ കഥാപാത്രത്തെ വെച്ചിട്ടുള്ള ടൈറ്റിൽ കൊടുക്കുന്നു. എലിസെന്റയുടെ ക്യാരക്ടർ സ്കെച്ചിന്റെ ഫസ്റ്റത്തെ ഒരു ലൈന് ഞാൻ എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നമ്മളിങ്ങനെ ക്യാരക്ടർ സ്കെച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തന്നെ നമ്മൾ ആദ്യം എഴുത്തുകാരനെയൊക്കെ പരിചയപ്പെടുത്തണം, കഥയെ പരിചയപ്പെടുത്തണം. അത് ഞാൻ അവിടെ എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിലൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ദ വെരി ഓൾഡ് മാന്റെ ക്യാരക്ടർ സ്കെച്ചിൽ ആ ഓൾഡ് മാൻ എന്നല്ല ഇവിടെ എഴുതിയത്, അതിന് പകരം ഇവിടെ എലിസെന്റ എന്ന് എഴുതുക. എലിസെന്റ ഈസ് ദ സെൻട്രൽ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ് ബൈ ഗബ്രിയ ഗേഷ്യ മാർക്കസ്. അതായത് ഗബ്രിയ ഗേഷ്യ മാർക്കസിന്റെ എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ് എന്നതിലെ പ്രധാന കഥാപാത്രമാണ് എലിസെന്റ. ഇനി വേണമെങ്കിൽ നമുക്ക് അതിന്റെ കൂടെ തന്നെ ഹീസ് ദ വൈഫ് ഓഫ് പെലായോ എന്ന് കൂടി കൊടുക്കാം കേട്ടോ. അയാൾ പെലയുടെ ഭാര്യയാണ്, അവളെ എന്ന് കൂടി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ എഴുതിയാൽ മതി. ഇത്ര എഴുതിയാൽ തന്നെ മക്കൾക്ക് ആ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ നോക്ക്, എലിസെന്റയുടെ ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. എലിസെന്റ ഡിസ്ലൈക്സ് ദ ഓൾഡ് മാൻ ഫ്രം ദ സ്റ്റാർട്ട്. തുടക്കത്തിൽ എലിസെന്റക്ക് ആ ഓൾഡ് മാനെ തീരെ ഇഷ്ടമല്ലായിരുന്നു. ഷീ സീസ് ഹിം ആൻ ഇൻകൺവീനിയൻസ്. ആ വീട്ടിലൊരു അസൗകര്യമായിട്ടൊരു, കാണാൻ അത്ര വലിയ കോലത്തിലൊന്നുമില്ലല്ലോ, അയാളുടെ ഡ്രസ്സിംഗ് ഒക്കെ വളരെ മോശമായിരുന്നു. അതുകൊണ്ട് ആ വീട്ടിലൊരു എന്താ പറയാ, ആ വീട്ടിന് വേണ്ടാത്ത ഒരാളായിട്ടായിരുന്നു, ഒരു അസൗകര്യമായിട്ടാണ് അവൾ കണ്ടിരുന്നത്. ദെൻ എസ്പെഷ്യലി വെൻ ക്രൗഡ്സ് ഫിൽ ദെയർ കോർട്ട്യാർഡ് ടു സീ ഹിം. കാരണം ഇയാളെ കാണാൻ വേണ്ടിയിട്ട് അവരുടെ മുറ്റും നിറയെ ആളുകൾ ഇങ്ങനെ കൂട്ടം കൂടിയപ്പോൾ ഇയാളൊരു ബുദ്ധിമുട്ടായിട്ട്, ഒരു അനയൻസ് ആയിട്ടൊക്കെ ആയിരുന്നു ഈ ഒരു എലിസെന്റക്ക് തോന്നിയിരുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ഫീലിംഗ് സിമ്പതി തോന്നുന്നതിന് പകരം ഷീ വിഷസ് ഹി വുഡ് ലീവ്. എങ്ങനെങ്കിലും ചങ്ങ പോയി കിട്ടിയാൽ മതിയായിരുന്നു എന്നാണ് നമ്മുടെ എലിസെന്റ് വിചാരിച്ചിരുന്നത്. ഷീ സപ്പോർട്ട്സ് ചാർജിങ് പീപ്പിൾ ഫോർ അഡ്മിഷൻ ആൻഡ് എൻജോയ്സ് ദ വെൽത്ത് ഹി ബ്രിങ്സ് ദം. അത് മാത്രമല്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ഇവൾ നമ്മളെ പെലായും എലിസെന്റെയും കൂടി ആ മനുഷ്യനെ കാണാൻ വേണ്ടി ആളുകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങാൻ തുടങ്ങി. അങ്ങനെ കുറെ പണമൊക്കെ സമ്പാദിക്കാൻ തുടങ്ങി. അപ്പം ഇയാളെ ഇഷ്ടമല്ല, എന്നാൽ ഇയാളിലൂടെ പണം സമ്പാദിച്ച് മുതലെടുക്കുന്ന ഒരു തരം ബിഹേവിയർ, അതായിരുന്നു നമ്മുടെ എലിസെന്റേത്. ദെൻ വെൻ ഹി ഫൈനലി ഫ്ലൈസ് അവേ, അവസാനം ഈ മനുഷ്യൻ പറന്നു പോകുന്നുണ്ട്. എലിസെന്റയുടെ മുന്നിലൂടെയാണ് പറന്നു പോകുന്നത് അല്ലെ. ദെൻ ഷീ ഫീൽസ് റിലീഫ് റേദർ ദാൻ സാഡ്നസ്. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, എലിസെന്റ സങ്കടപ്പെടുന്നതിന് പകരം വളരെയധികം സന്തോഷമാണ് ആർക്ക് തോന്നിയ ഒരു ആശ്വാസമാണ് നമ്മുടെ എലിസെന്റക്ക് തോന്നുന്നത്. ദെൻ എലിസെന്റ വാല്യൂസ് കംഫർട്ട് ആൻഡ് വെൽത്ത്. അതായത് എലിസെന്റ് എപ്പോഴും മൂല്യം കാണുന്നത് നല്ല സുഖമായിട്ട് ജീവിക്കുന്നതിനും അതേപോലെ തന്നെ സമ്പത്തിനും മാത്രമാണ്. മനുഷ്യബന്ധങ്ങൾക്കോ മറ്റുള്ളവരുടെ വേദനകൾക്കൊന്നും ആ സ്ത്രീ അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല. ഷീ സീസ് ദ ഓൾഡ് മാൻ ആസ് എ നോയ്സൻസ് റേദർ ദാൻ സഫറിംഗ് ബീയിങ്. ഒരു ബുദ്ധിമുട്ടുന്ന ഒരാൾ എന്നതിനേക്കാൾ കൂടുതൽ ഒരു ശല്യം, ഒരു നോയ്സൻസ് ആയിട്ടാണ് ഇവൾ ആ ഓൾഡ് മാനെ കണ്ടിരുന്നത്. ദെൻ ഈവൻ ദോ ഹി ഈസ് ദ റീസൺ ഫോർ ഹർ ഇംപ്രൂവ്ഡ് ലൈഫ്
ഷീ നെവർ ട്രീറ്റ്സ് ഹിം വിത്ത് കൈൻഡ്നെസ് ഓർ ഗ്രാറ്റിറ്റ്യൂഡ്. ശരിക്കും പറഞ്ഞാൽ എലിസന്റെ ഒക്കെ പണം സമ്പാദിച്ചതും അവരുടെ ആ ഒരു മെച്ചപ്പെട്ട ജീവിതത്തിനൊക്കെ കാരണം ആ ഓൾഡ് മാൻ ആണ്. എന്നിട്ട് പോലും അതിന്റെ ഒരു നന്ദിയോ ദയോ ഒന്നും അവള് ആ ഒരു എലിസന്റെ ആ ഒരു ഓൾഡ് മാനോട് കാണിക്കുന്നില്ല. ദെൻ വെൻ എലിസൻഡ വാച്ചസ് ദ ഏഞ്ചൽ ഫ്ലൈ അവേ, അവസാന നിമിഷം ആ ഏഞ്ചൽ ഇവരുടെ മുന്നിലൂടെ ഇങ്ങനെ പറക്കുന്നത് കാണുമ്പോൾ ഷീ ഫീൽസ് റിലീഫ് റാദർ ദാൻ ഓർ സാഡ്നെസ്, അതായത് സങ്കടത്തിനേക്കാൾ കൂടുതൽ അവൾക്ക് എന്താ റിലീഫാണ് തോന്നുന്നത്. നേരത്തെ പറഞ്ഞ അതേ സാധനം തന്നെയാണ്. ദെൻ ഹർ റിയാക്ഷൻ ഷോസ് ദാറ്റ് ഷീ ഹാസ് ഗ്രോൺ ഇൻഡിഫറെന്റ് ടു ഹിസ് പ്രസൻസ്, നോ ലോങ്ങർ സീയിങ് ഹിം ആസ് ഈദർ ബേർഡൻ ഓർ സോഴ്സ് ഓഫ് ഇൻകം. അതായത് അയാൾ ഇനി ഒരു എന്തല്ല സോഴ്സ് ഓഫ് ഇൻകം അല്ല എന്ന് അവൾക്ക് തോന്നി. നമുക്കറിയാം അവിടെ ഒരു സ്പൈഡർ വുമൺ, ഒരു ചിലന്തി ആയിട്ട് മാറിയ ഒരു സ്ത്രീ വന്നതോടെ ഈ ഏഞ്ചലിനെ കാണാൻ ആളുകളൊന്നും വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ബേർഡൻ ആയിട്ട് ഇയാൾക്ക് തോന്നുകയാണ്. അതുകൊണ്ട് ഇനി ഒരിക്കലും ഇയാളെ കാണരുത്, ഇയാളുടെ പ്രസൻസ് ഉണ്ടാവരുത് എന്നൊക്കെ അവൾ ആഗ്രഹിക്കുകയാണ് അല്ലെ. ദെൻ ഷീ ഹാസ് ബെനിഫിറ്റഡ് ഫിനാൻഷ്യലി ഫ്രം എക്സ്പ്ലോയിറ്റിംഗ് ഹിം. ആ മനുഷ്യനെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് ചൂഷണം ചെയ്തിട്ടാണ് അവൾ കുറെ പണമൊക്കെ ഉണ്ടാക്കിയത്. ബട്ട് നൗ ദാറ്റ് ഹി ഹാസ് റീഗൈൻഡ് ഹിസ് ഫ്രീഡം, പക്ഷെ ആ മനുഷ്യന് ഇപ്പോൾ ഫ്രീഡം കിട്ടിയപ്പോൾ ഷീ ഫീൽസ് അൺബോധേഡ് ബൈ ഹിസ് ആബ്സെൻസ്. അയാൾ ഇല്ലാതിരുന്നിട്ടും ഇവൾക്ക് ഒരു പ്രശ്നമില്ല, ഇവൾക്കൊരു ബോധറിങ്ങും ഇല്ല. അതായത് കുറെ കാലം കൂടെ ഉണ്ടായിരുന്നിട്ടും ആ മനുഷ്യൻ പോയിട്ട് ഒരു മിസ്സിങ് പോലെ നമ്മുടെ എലിസന്റെ ഒക്കെ തോന്നുന്നില്ല. അതായത് അവൾ ഒട്ടും അയാളെ എന്ത് ചെയ്തില്ല, സ്നേഹിച്ചിരുന്നില്ല എന്നർത്ഥം. ദെൻ ദിസ് ലാക്ക് ഓഫ് ഇമോഷണൽ കണക്ഷൻ ഹൈലൈറ്റ്സ് ദ തീം ഓഫ് ഹ്യൂമൻ ഡിറ്റാച്ച്മെന്റ് ആൻഡ് സെൽഫ് സെന്റേർഡ് നേച്ചർ ഓഫ് ദ ക്യാരക്ടേഴ്സ്. അപ്പോൾ കഥാപാത്രങ്ങൾ എന്ന നിലയിൽ മനുഷ്യന്റെ ഒരു സ്വഭാവമാണെന്ത്, നമ്മളെല്ലാവരും സെൽഫ് സെന്റേർഡ് ആയിരിക്കും, നമ്മുടെ സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്നവരായിരിക്കും കൂടുതൽ പേരും. അപ്പൊ അങ്ങനെയുള്ള ഒരു കഥാപാത്രമായിട്ടാണ് ഇവിടെ നമ്മുടെ എലിസന്റയെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും മക്കൾ എലിസന്റയുടെ ക്യാരക്ടർ സ്കെച്ചിൽ ഇതാ. ഇനി ഇതെല്ലാം ഇതിനേക്കാൾ കൂടുതൽ വല്ല നല്ല അടിപൊളി ലാംഗ്വേജുകൾ മക്കൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ എന്തായാലും ഇതുപോലുള്ള നോട്ടുകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓണപരീക്ഷയ്ക്ക് വേണ്ടി ഇപ്പോഴേ തയ്യാറെടുക്കും മക്കളെ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.